blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി ഫൈനാൻഷ്യൽ പാർട്ണറായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, പൂനെയിൽ നിന്നുള്ള ഫ്രീഡ ജോണിനും കുടുംബത്തിനുമായി ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് തൻ്റെ ഭർത്താവ് ജോണിന് വേണ്ടി പ്രാർത്ഥിക്കും. തനിക്ക് കിട്ടുവാനുള്ള പണം തിരികെ ലഭിക്കുവാൻ, കിട്ടിയ ജോലിയിൽ എത്രയും വേഗം പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ അത്ഭുതം അങ്ങ് പ്രവർത്തിക്കണമേ. കുവൈറ്റിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകൾക്ക് എത്രയും വേഗം അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ജിഷയ്ക്ക് വളരെ യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Number 4, don't doubt God's care and love in Christ. ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ കരുതലിനെയും സ്നേഹത്തെയും കുറിച്ച് ഒരിക്കലും സംശയമുള്ളവരാകരുത്. ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് ഒരിക്കലും സംശയാലുക്കളാകരുത്. When things go wrong, we always doubt God's love. കാര്യങ്ങൾ വിപരീത ദിശയിൽ പോകുമ്പോൾ നാം ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കും. We come to a conclusion, God does not love me. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിലെത്തും, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. Brother, all the pages of my prayer diary I have fully written. But still no answer. ബ്രദറെ, പ്രേയർ ഡയറിയുടെ എല്ലാ പേജസിലും ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയം എഴുതി കഴിഞ്ഞു, എന്നിട്ടും എനിക്ക് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. Now I know one thing, God does not love me. എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിന് എന്നെ ഇഷ്ടമല്ല. Never think like that. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. Because the Bible is the final word. ഓർക്കുക, ബൈബിൾ ആണ് അവസാന വാക്ക് എന്നുള്ളത്. What does the Bible say about this? ഈ കാര്യത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? Romans chapter 8. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തന്നെ വരൂ. 8-ാമത്തെ അധ്യായം 38-39. 38-39 വചനങ്ങൾ. For I am convinced that neither death nor life, neither angels nor demons, neither the present nor the future, nor any powers, neither height nor depth, nor anything else in this creation will be able to separate us from the love of God that is in Christ Jesus our Lord. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? Hallelujah. Hallelujah. So Paul the apostle says, I am convinced
that nothing can separate me from the love of God in Christ Jesus. ഓർക്കുക, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ ലോകത്തിലെ യാതൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. You lost your job. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി. God does not love me. കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. I am rejected by God. കർത്താവിനാൽ ഞാൻ തള്ളപ്പെട്ടു. No, sir. ഒരിക്കലുമല്ല. Nothing can separate you from the love of Christ. അവർക്ക് ഒരു പ്രശ്നത്തിനും ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല. Hallelujah. Hallelujah. Oh, Jephthah comes that way. ജെഫ്തി ആ വഴിക്ക് വരുന്നു. Oh, Jesus does not love me. കർത്താവിന് എന്നെ ഇഷ്ടമില്ല. No, Romans 8 says nothing, not even a Jephthah can separate you from the love of God in Christ Jesus. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ഒന്നിനും, അതിൽ നിന്റെ ജപ്തിയുണ്ട്, ഒരു ജപ്തിക്കും നീ വിശ്വസിച്ചിറങ്ങിയ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു നാളും നിന്നെ വേർതിരിച്ചു മാറ്റാൻ സാധ്യമല്ല. The father in the family left the family and went after somebody else. കുടുംബനാഥൻ കുടുംബത്തെ വിട്ട് മറ്റൊരു വ്യക്തിയുടെ പുറകെ പോയി. Oh, Jesus does not love me. യേശു കർത്താവിന് എന്നോട് ഇഷ്ടമില്ല. Romans 8 says, റോമർ 8 പറയുന്നു, even if the father is leaving the family, the heavenly father will never leave the family. Nothing can separate you from the love of Christ. നിന്റെ വീട്ടിലെ നിന്റെ പിതാവ് നിന്നെ ഇട്ടേച്ചു പോയെങ്കിലും നിന്റെ സ്വർഗത്തിൽ നിനക്കൊരു പിതാവുണ്ട്. അവൻ നിന്നെ ഇട്ടേച്ചു പോകുകയില്ല. അവൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഒന്നിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ഉറപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. കൈകൾ അടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞേ. You are loved by the heavenly Father. ഓർക്കുക, സ്വർഗീയ പിതാവിനാൽ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. God the Father has loved you in Christ. ക്രിസ്തുവിൽ സ്വർഗീയ പിതാവ് നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. Nothing can separate you from God. ദൈവത്തിൽ നിന്ന് ഒന്നിനും നിങ്ങളെ വേർപിരിക്കാൻ സാധ്യമല്ല. No evil in this world can separate you from the Father's heart. നിന്റെ ചുറ്റുപാടും നടക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തിന്മയ്ക്കും സ്വർഗത്തിലെ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്നെ പിരിച്ചു മാറ്റാൻ സാധ്യമല്ല. Death cannot separate you from the love of God. ഓർക്കുക, മരണത്തിന് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിരിക്കാൻ സാധ്യമല്ല. This life cannot separate you from the love of Christ. ഈ ജീവിതത്തിന് ദൈവ സ്നേഹത്തിൽ നിന്നെ പിരിക്കാൻ സാധ്യമല്ല. Angels cannot separate you from the love of Christ. ദൂതന്മാർക്ക് ദൈവ സ്നേഹത്തിൽ നിന്നെ പിരിക്കാൻ സാധ്യമല്ല. Demons cannot separate you from the love of Christ. ഒരു സാത്താനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റാൻ സാധ്യമല്ല. The present times or future cannot separate you from the love of Christ. ഓർക്കുക, ഇപ്പോഴുള്ളതിനോ ഇനി വരുവാൻ പോകുന്ന കാലത്തിനോ ഒരു കാലത്തിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ ഒരിക്കലും പിടിച്ചു മാറ്റാൻ സാധ്യമേ അല്ല. Height or depth cannot separate you from the love of God. ഓർക്കുക, സകല മരണങ്ങൾക്കോ യാതൊന്നിനും ഒരു സൃഷ്ടിക്കോ ദൈവ സ്നേഹത്തിൽ നിന്ന് പിരിക്കാൻ സാധ്യമല്ല. Nothing in all the creation can separate you. മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിരിച്ചു മാറ്റാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രവർത്തനങ്ങൾ ദിവസം തോറും അനേക രാജ്യങ്ങളിലേക്ക്, അനേക വ്യക്തികളിലേക്ക്, ദശലക്ഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 2017 ഒത്തിരി പേർ ഒരുമിച്ച് ചേർന്ന് കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ വിശാലമാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും ഇതിൽ ഒരു പാർട്ട്ണറായി തീരാൻ കഴിയും. ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നൽകിയാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് 0484422133 എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർ, ആയിരക്കണക്കിന് പേർ മിസ്ഡ് കോൾ നൽകി. മാത്രമല്ല, അവർ ബ്ലെസ്സിംഗ് ടുഡേയിൽ വിവിധ രീതികളിൽ ഇതിൻ്റെ സഹകാരികളായി, പാർട്ട്നേഴ്സായി മാറിക്കഴിഞ്ഞു. നൗ ഇതുവരെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഒരു മിസ്ഡ് കോൾ നൽകുക. നമുക്ക് ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ചെയ്യാം.
then how should we approach the evil in this world? ഈ ലോകത്തിലെ തിന്മയെ എങ്ങനെയാണ് നാം സമീപിക്കേണ്ടത്? Number one, ഒന്നാമത്തെ കാര്യം, do not be surprised to see evil. തിന്മ കാണുമ്പോൾ ഒരിക്കലും ആശ്ചര്യഭരിതരാകരുത്. 1 Peter chapter 4 verse number 12. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം. It says, do not be surprised at the fiery trial when it comes upon you to test you as though something strange were happening to you. അവിടെ വായിക്കുന്ന, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇവിടെ നോക്കി, എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ ആദ്യത്തെ ചിന്ത, എന്നാലും എന്തുകൊണ്ട് എനിക്കിത് വന്നു കർത്താവേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു പറ. ചോദിക്കാറില്ലേ, എനിക്കെന്തുകൊണ്ട് ഇത് വന്നു? എല്ലാ ആഴ്ചയിലും ബ്ലെസ്സിങ് സെന്ററിൽ പോകും. ബ്ലെസ്സിങ് ടുഡേ ഫുൾ ഹാജരാണ്. ആദ്യകാലം തുടങ്ങി കാണുന്നുണ്ട്, നോട്ട്സ് എല്ലാം എഴുതുന്നുണ്ട്, കർത്താവിന് കൊടുക്കാനുള്ളതും കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? അപ്പുറത്തെ വീട്ടിൽ സംഭവിച്ചാൽ പോരായിരുന്നോ? ആ പുള്ളി ശരിയല്ലെന്നറിയാം. Peter says, do not be surprised at the fiery trial when it comes upon you to test you. പത്രോസ് പറയുന്നു, നോക്കിക്കേ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. As though something strange were happening to you. ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. So this is not a strange thing, this is a common thing. ഇതൊരു അപൂർവ കാര്യമല്ല, ഇതൊരു സാധാരണ കാര്യമാണ്. You don't know the life story of everyone. എല്ലാ ആളുകളുടെയും ജീവിതകഥ നിങ്ങൾക്കറിയില്ലല്ലോ. When they come to the public, they put a lot of putty and powder and all the cosmetic stuff. They come and smile. പൊതുജന മധ്യത്തിൽ വലിയ പ്രശ്നമുള്ള പല ആളുകളും പുട്ടിയൊക്കെ ഇട്ട്, എന്ന് വെച്ചാൽ കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ട്, നല്ല സുന്ദരികളായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ അണിഞ്ഞ് വളരെ സുന്ദരികളായിട്ടാണ് അവർ പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. But you don't know internally what that woman or a man is suffering. എന്നാൽ അവരുടെ അകത്ത്, ആ സ്ത്രീയുടെ, ആ പുരുഷന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. എന്നെ പോലെ കുരിശ് കിട്ടിയ ആരെയും ഭൂമി കാണില്ല മോനെ. There are so many crosses around. മോനെ, ഒത്തിരി കുരിശുകൾ ഈ ലോകത്തുണ്ട്. You don't know everything. നിങ്ങൾക്കത് അറിയില്ല. So Peter says, do not be surprised when something strange happens to you. അതുകൊണ്ട് പത്രോസ് പറയുന്നു, നോക്കിയേ, ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് കരുതിയാലും നിങ്ങൾ അതിൽ അതിശയിച്ചു പോകേണ്ട ആവശ്യമില്ല. Maybe a very painful situation, do not be surprised. ഇനി വളരെ വേദനാജനകമായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായോ, എങ്കിലും അതിശയിച്ചു പോകണ്ട. It came to test you. അത് നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അടുത്ത ആളോട് പറ, ഇതൊരു ടെസ്റ്റ് പേപ്പർ മാത്രമാണ്. ഇതൊരു ടെസ്റ്റ് പേപ്പർ മാത്രമായി ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ക്ലാസ് ടെസ്റ്റ് മാത്രം, ഒരു ക്ലാസ് ടെസ്റ്റ് മാത്രമാണ്. 10 മാർക്കിന്റെ ചോദ്യം, കൊച്ചു ടെസ്റ്റ് പേപ്പർ. That's what Peter says. അതാണ് പത്രോസ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നത്. After the test you will get marks. ഈ ടെസ്റ്റ് പേപ്പറിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. Hallelujah. Hallelujah. You'll pass out. നിങ്ങൾ പാസ്സാകും. Hallelujah. Hallelujah. Number 2, be willing to endure evil. തിന്മകൾ സഹിക്കുവാനായി തയ്യാറാവുക. So not only seeing the evil the right way, but also you should be willing to endure evil. തിന്മയായിട്ടുള്ള കാര്യങ്ങളെ ശരിയായ കണ്ണിൽ കാണുവാൻ മാത്രമല്ല, ആ തിന്മകളെ സഹിക്കുവാനുള്ള മനസ്സൊരുക്കം കൂടെ നമുക്കുണ്ടാകണം. 1 Corinthians chapter 13 verse number 7. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. Love bears all things, believes all things, hopes all things, endures all things. സ്നേഹം എല്ലാം പൊറുക്കുന്നു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. Hallelujah. Hallelujah. If you are moving in the love of God, you will be able to suffer, you will be able to endure all these things. നിങ്ങൾ ദൈവസ്നേഹത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ വരുന്ന എല്ലാ തിന്മകളെയും സഹിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും. Hallelujah. Hallelujah. വേദനകൾ സഹിക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യനല്ല. തിങ്ക് ബ്രേക്ക്, ചിന്തിച്ചു നോക്ക്.
പറഞ്ഞു നോക്കി. വേദനകൾ സഹിക്കുവാൻ തയ്യാറല്ലാത്ത ഒരാൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ യോഗ്യനല്ല. Jesus, even though he was the Son of God, he had to endure a lot of evil in this world. യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് കൂടെ ഈ ലോകത്തിലെ പല തിന്മകളെയും അവൻ സഹിച്ചു. We are following the Son of God. ഓർക്കുക, നാം ആ ദൈവപുത്രന്റെ അനുഗാമികളാണ്. If you are suffering now, joy is set in front of you. ഓർക്കുക, ഇപ്പോൾ നിങ്ങൾ ചിലത് സഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ സന്തോഷം അതിനനുസരിച്ച് നിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്. Brother Damien ministering in USA. Renew, Saturday, February 18th, 6:30 p.m. Rock of the Nations Church, 13216 Fairford Avenue, Norwalk, California 90650. Call +1 562 361 7635. ഇവരുടെ സാക്ഷി എന്ന് പറയുന്നത്, ഈ ബ്രദറിന് 3 മാസങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം 7-ാം തീയതി ഇവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അതൊരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞത് ഈ ട്രാവലർ ഏതാണ്ട് 5 വട്ടം മലക്കം പറഞ്ഞു പോയി. തൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട്. ട്രാവലറിൻ്റെ ആ ഷേപ്പ് കണ്ടാൽ അറിയാം. ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു അത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇരുന്ന ആള് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. തൻ്റെ കൂട്ടുകാരൻ ഓൺ സ്പോട്ടിൽ വെച്ചിട്ട് മരിച്ചുപോയി. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, തൻ്റെ സ്കെലറ്റൻ സിസ്റ്റം ടോട്ടൽ ഡാമേജ് ആയി. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയി. അതിൻ്റെ ഈ ആക്സിഡൻറ്റിൻ്റെ ആഘാതം കൊണ്ട് തൻ്റെ ലെഫ്റ്റ് ഐ കലങ്ങിപ്പോയി. ഏതാണ്ട് ഈ ഭാഗം മൊത്തം ബ്ലാക്ക് കളറായി പോയി. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതിൽ തന്നെ തൻ്റെ റിബാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ആയി പോയത്. ബ്രേക്കായി പോയി എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. അപ്പോൾ തന്നെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോൾ 3 ദിവസം താൻ ICUവിലായിരുന്നു. അപ്പോൾ ഈ സഹോദരി ഒരു നേഴ്സാണ്. 4-ാമത്തെ ദിവസം തന്നെ വാർഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റത്തില്ല, അതുപോലെ ടോട്ടൽ ഡാമേജ് ആയതുകൊണ്ട് ബെഡ് റിഡൻ റെസ്റ്റ്, അതാണ് ഡോക്ടർ പറഞ്ഞൊരു ഉപാധി എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം ഇവർ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ബ്ലഡ് എങ്ങനെയും പുറത്തെടുക്കണം. ഡോക്ടർ പറഞ്ഞു 2-3 ദിവസം ഒന്ന് വാച്ച് ചെയ്യാം, അതിനുശേഷം സാധാരണ രീതിയിലേക്ക് വന്നില്ലെങ്കിൽ ട്യൂബ് ഇട്ടിട്ട് അതെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ സഹോദരി കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: 3-ാം ദിവസം ആയപ്പോഴേക്കും ബോഡി മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയത് കൊണ്ട് നോർമൽ ലെവലിലേക്ക് തന്നെ ബ്ലഡ് ഇല്ലാതെയായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ 5 ദിവസം ഇവർ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരി നേഴ്സ് ആയതുകൊണ്ട് താൻ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം എന്ന് പറഞ്ഞു. ഇവരങ്ങനെ 5-ാം ദിവസം നിർബന്ധിച്ച് ഇത് മേടിച്ച് അവരുടെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് താൻ റെസ്റ്റ് എടുക്കുമ്പോൾ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ സഹോദരി എല്ലാ ദിവസവും ബ്ലെസ്സിങ് ടുഡേ കാണും. അപ്പോൾ ബ്രദറിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളായിരുന്നു. ഈ സഹോദരി പറഞ്ഞത്, TV വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ വിളിച്ചാൽ വരത്തില്ല. ബ്ലെസ്സിങ് സെൻറ്ററിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി വിളിച്ചാൽ നീ പൊക്കോ, ഞാൻ വരത്തില്ല. എന്തു വന്നാലും ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാൻ വരത്തില്ല, നീ പൊക്കോ, എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് താൻ ബെഡ് റിഡനായി കിടക്കുമ്പോഴും ഈ സഹോദരി പറഞ്ഞു, ഇവിടെ എന്തായാലും കിടക്കുമല്ലേ, അത് ഞാൻ TV എങ്കിലും വാച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി ചെയ്ത കാര്യം, താൻ എല്ലാ ദിവസവും TV വാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ഒന്ന് കൂട്ടി വെച്ചു. അങ്ങനെ TV ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ ബ്രദറിന് അത് കേൾക്കത്തക്ക രീതിയിൽ വോളിയം കൂട്ടി വെച്ചു. കാഴ്ചയില്ല, കാണുന്നില്ല, പക്ഷെ ശബ്ദം കേൾക്കാം. ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ 3-4 ദിവസം ആയപ്പോഴേക്കും താൻ ഇങ്ങോട്ട് പറഞ്ഞു, എന്നെ ഒന്നെടുത്ത് അവിടെ കൊണ്ട് ഇരുത്താൻ പറഞ്ഞു. Praise God. Hallelujah. നോക്കൂ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതൊരു മനുഷ്യൻ്റെ ശക്തിയല്ല. ബ്ലെസ്സിങ് ടുഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ശക്തിയല്ല, അതിൽ പറയുന്ന ദൈവ വചനമാണ്. ആ വചനത്തിൻ്റെ ശക്തി
ആ ശബ്ദം കേൾക്കുന്നിടത്ത് അത് പരിവർത്തിച്ചിരിക്കും. എന്താ സംഭവിച്ചത്? ആദ്യത്തെ ദിവസം തനിക്ക് അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കാനേ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും ശരീരമെല്ലാം വീർത്തു, ബുദ്ധിമുട്ടായി താൻ വന്ന് കിടന്നു. രണ്ടാമത്തെ ദിവസം താൻ 20 മിനിറ്റ് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. താൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും തൻ്റെ ശരീരത്തിൽ ഹീലിംഗ് നടക്കുന്നത് തനിക്കത് മനസ്സിലായി എന്നാണ് താൻ പറഞ്ഞത്. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹീലിംഗ് മെസ്സേജ് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഹീലായിക്കൊണ്ടിരിക്കുക ശരീരത്തിൽ അത് അനുഭവിക്കാമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോഴേക്കും ആ അരമണിക്കൂർ താൻ ആ ടി വിയുടെ മുമ്പിൽ മുഴുവൻ സമയവും ഇരുന്നത് വാച്ച് ചെയ്യാൻ തുടങ്ങി. ആദ്യം 10 മിനിറ്റ് ഇരിക്കാൻ പറ്റാതിരുന്ന ആളാണ്. ശ്വാസം മുട്ടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ആദ്യം, പിന്നീട് അത് മാറാൻ തുടങ്ങി. മുഴുവൻ സമയം അതിരുന്ന് കാണാൻ തുടങ്ങി. ഈ ബ്രദർ പറഞ്ഞത്, ഡോക്ടേഴ്സ് പറഞ്ഞത് 6 മാസം ബെഡ്റിഡനായി കിടക്കണം. തനിക്ക് തിരിയാൻ പോലും പറ്റത്തില്ലായിരുന്നു, കാരണം മൊത്തം നീര ശരീരത്തിൽ, അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ദൈവം തന്നെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. ഇന്ന് വീട്ടിലെ അവസ്ഥയെന്ന് പറയുന്നത്, ഈ സഹോദരി ടി വി വെക്കാൻ മറന്നുപോയാലും ബ്രദർ ഒച്ചയെടുക്കും. ടി വി വെക്കുന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലോ. ബൈബിളിലൊരു വചനമുണ്ട്, മുമ്പന്മാർ പിമ്പന്മാരാകും. അതുകൊണ്ട് എല്ലാവരും പിമ്പന്മാരാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. എനിവേ, പിൻപന്മാരായിട്ടുള്ള പലരെയും കർത്താവ് മുൻപിലേക്ക് കൊണ്ടുവരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ ഭർത്താക്കന്മാർ ഇതുപോലെ ഒന്നും ആയില്ലല്ലോ, മദ്യപാനിയായിട്ട് ഇപ്പോഴും പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അകത്ത് കർത്താവിൻ്റെ വിശ്വാസം ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാക്ഷി ഇവിടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, താൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, 6 മാസത്തിന് ശേഷം മാത്രമേ ജോലിക്ക് പോകാൻ ഒക്കത്തുള്ളല്ലോ എന്ന് വിഷമിച്ചിരുന്ന സാഹചര്യത്തിൽ ഈ മാസം 5-ാം തീയതി താൻ തൻ്റെ ജോലി സ്ഥലത്ത് പോയി ജോയിൻ ചെയ്തു. ഇതുപോലെ ആരോഗ്യവാനായി താൻ ഇവിടെ നിൽക്കുന്നു. അതെല്ലാം യേശു കർത്താവ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടതുകൊണ്ട്, അതിലൂടെയുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തതെന്നാണ് ഈ ബ്രദർ സാക്ഷ്യം പറഞ്ഞത്. വിശ്വാസമുള്ള ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവളുടെ ഭർത്താവ് മരിക്കാതെ, മക്കൾ മരിക്കാതെ അവരെ സംരക്ഷിച്ച് നിർത്താൻ വിശ്വാസമുള്ളൊരു സ്ത്രീക്ക് സാധിക്കും. എത്ര പേർ ചേർന്നൊരു ആമേൻ ഉറക്കെ പറയാം? അതാ സംഭവിച്ചത് സത്യത്തിൽ. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഇവരൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. 6 മാസം ഡോക്ടേഴ്സ് കാലാവധി പറഞ്ഞെങ്കിലും 2 മാസത്തിനകത്ത് കർത്താവെ നീ ഇതുപോലെ സൗഖ്യം കൊടുത്തു, വിടുതൽ കൊടുത്തു, ജോലിക്ക് പോകാൻ കൃപ കൊടുത്തു. അതിനേക്കാൾ ഉപരി നിന്റെ സാക്ഷിയായി കർത്താവെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാനുള്ള കൃപ നീ കൊടുത്തല്ലോ കർത്താവെ. നിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ജീവനെ അങ്ങ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുക, ഒരു വിടുതൽ പ്രതീക്ഷിക്കുക. കർത്താവെ, ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോരുത്തർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് സാരമായി തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അത് ഏത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അതുപോലെ കാതിനകത്ത് പഴുപ്പുണ്ടായി പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതോടൊപ്പം കേൾവിക്കുറവുകൂടെ മാറിപ്പോവുകയാണ്. കണ്ണിനെ ബാധിക്കുന്ന ഗ്ലോക്കോമ എന്ന രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന. ശരീരത്തിലുള്ള ചില മുഴകൾ, സിസ്റ്റുകൾ, ഗ്രോത്തുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഡിസപ്പിയർ ചെയ്യട്ടെ. കിഡ്നിയെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. മാരകമായ രോഗങ്ങൾ, അപൂർവമായ ചില രോഗങ്ങൾ, ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന അങ്ങനെയുള്ള രോഗങ്ങൾ, ചികിത്സ ഇല്ലാത്ത രോഗങ്ങൾ, മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ, ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രോഗങ്ങൾ, ഏത് രോഗമാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല, ഇതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പരിഹാരം ഉണ്ടാകട്ടെ. വളരെ സിവിയറായിട്ടുള്ള ചില അലർജികൾ ഇപ്പോൾ സൗഖ്യമാകും യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, നീ ആ വിടുതൽ ഇപ്പോൾ ഓരോരുത്തരിലും പകരുന്നതിനാൽ നന്ദി. ഇപ്പോൾ തന്നെ പുകവലി ശീലത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി
ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പുകവലിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, യേശു ഒരു ശക്തി നൽകുകയാണ്, പൂർണ്ണമായി ഒരു വിടുതൽ. മദ്യപാനശീലമുള്ളവർക്ക് ഇന്ന് പുറത്തു വരാം. ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇന്ന് അതിൽ നിന്ന് സ്വതന്ത്രമാകാം. ഡി അഡിക്ഷൻ സെൻറ്ററുകളിലും ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളിലും ഒന്നിലും പോകേണ്ട ആവശ്യമില്ല. യേശുവിന് ജസ്റ്റ് ലൈക്ക് ദാറ്റ് കർത്താവിനെ നിങ്ങൾ വിടുവിക്കാൻ കഴിയും. കാരണം യേശു ഭൂമിയിലേക്ക് വന്നത് അടിമകളെ സ്വതന്ത്രമാക്കാനാണ്. എല്ലാ അഡിക്ഷൻസും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തു. ഉറങ്ങാൻ കഴിയാത്ത ഒത്തിരി പേരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ഇൻസോംനിയ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, ആ വിടുതലുകൾ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകളെ നീട്ടിപ്പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏതാവശ്യത്തിലും കർത്താവ് നിൻ്റെ കരം ഇപ്പോൾ നീട്ടി അങ്ങ് വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള തടസ്സങ്ങളെ തകർക്കുക, ദൈവപ്രസാദം തുടങ്ങിയ പല പുസ്തകങ്ങളും CD-കളും ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വെബ്സൈറ്റ് സന്ദർശിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye.